എല്ലാവർക്കും നമസ്കാരം. കഴിഞ്ഞ വീഡിയോ ലെസണിൽ സ്പെർമറ്റോജെനസിസിൻ്റെ ഡിഫറെൻ്റ് ഫേസുകളാണ് നമ്മൾ പഠിച്ചത്. അടുത്തതായിട്ട് അതിൻ്റെ തുടർച്ചയായിട്ടുള്ള ഭാഗമാണ് പറയുന്നത്. സ്പെർമറ്റോജെനസിസ് എന്ന് പറയുന്ന പ്രോസസ്സ് നടക്കുന്നത് ഒരുപാട് ഹോർമോണുകളുടെ നിയന്ത്രണത്തിലാണ്. ആ ഹോർമോൺ ആക്ഷൻസാണ് നമ്മൾ ആദ്യം പറയാൻ പോകുന്നത്. ഹോർമോണൽ റെഗുലേഷൻസ് ഓഫ് സ്പെർമറ്റോജെനസിസ്. കഴിഞ്ഞ വർഷം ഹോർമോണിൻ്റെ ചാപ്റ്റർ പഠിച്ച സമയത്ത് നമ്മൾ ഈ ഹോർമോണുകളെക്കുറിച്ചൊക്കെ പറഞ്ഞിട്ടുണ്ട്. സ്പെർമറ്റോജെനസിസിൻ്റെ ഹോർമോൺ റെഗുലേഷനുമായി ബന്ധപ്പെട്ട ഈ ഒരു ചിത്രീകരണമാണ് നമ്മൾ പഠിക്കേണ്ടത്. വളരെ സിമ്പിളായിട്ടുള്ള ഈ ഒരു ചിത്രീകരണമാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇവിടെ നോക്ക്, നിങ്ങൾ ഹൈപ്പോതലാമസ് ആണ് ആദ്യം പ്രവർത്തിക്കുന്നത്. ഹൈപ്പോതലാമസ് ഉണ്ടാക്കുന്ന ഹോർമോണിൽ പെട്ടതാണ് റിലീസിങ് ഹോർമോൺ. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം പഠിച്ചിട്ടുണ്ട്. അതിന് എക്സാമ്പിളാണ് ഗൊണാഡോട്രോപ്പിൻ റിലീസിങ് ഹോർമോൺ, GnRH. ഈ GnRH എന്ന് പറയുന്ന ഹോർമോൺ ഹൈപ്പോതലാമസിൽ നിന്ന് വന്നിട്ട് ഇറ്റ് ആക്ട് ഓൺ ആൻറ്റീരിയർ ലോബ് ഓഫ് പിറ്റ്യൂട്ടറി ഗ്ലാൻഡ്. നമുക്കറിയാം, പിറ്റ്യൂട്ടറിയുടെ ആൻറ്റീരിയർ ലോബിൽ നിന്നാണ് ട്രോപ്പിക് ഹോർമോണുകൾ പ്രൊഡ്യൂസ് ചെയ്യുക. അപ്പോൾ ഈ GnRH എന്ന് പറയുന്ന ഹോർമോൺ ആക്ട് ഓൺ ആൻറ്റീരിയർ ലോബ് ഓഫ് പിറ്റ്യൂട്ടറി ഗ്ലാൻഡ്. ദ ഇൻക്രീസ്ഡ് ലെവൽ ഓഫ് GnRH സ്റ്റിമുലേറ്റ് ദ synthesis of two gonadotropin hormone from pituitary gland, which are LH and FSH, luteinizing hormone and follicle stimulating hormone. ഈ പേരുകളൊക്കെ കഴിഞ്ഞ വർഷം നമ്മൾ കേട്ടതാണ്. LH ആക്ട് ഓൺ ലേഡിക് സെൽ, നമ്മൾ പഠിച്ചതാണ്. ടെസ്റ്റസിനകത്തുള്ള സെല്ലുകളാണ് ലേഡിക് സെൽ. ആൻഡ് ദീസ് LH സ്റ്റിമുലേറ്റ് സിന്തസിസ് ആൻഡ് സെക്രീഷൻ ഓഫ് ആൻഡ്രോജൻ. മെയിൽ ഹോർമോണുകളെ കോമൺലി നമ്മൾ പറയുന്ന പേരാണ് ആൻഡ്രോജൻ. This androgen stimulate spermatogenesis. Then second hormone, FSH, it acts on Sertoli cells. It stimulates the secretion of some factors required for spermiogenesis. These are the hormone regulations in spermatogenesis. ഈ ഒരു ഫ്ലോ ചാർട്ട് നിങ്ങൾ എഴുതി പഠിച്ചാൽ മതി. വളരെ സിമ്പിളാണ് കാര്യങ്ങൾ. ഹൈപ്പോതലാമസാണ് ആദ്യം ആക്ട് ചെയ്യേണ്ടത്. ഹൈപ്പോതലാമസിൽ നിന്ന് GnRH എന്ന് പറയുന്ന റിലീസിങ് ഹോർമോൺ പിറ്റ്യൂട്ടറിയുടെ ആൻറ്റീരിയർ ലോബിൽ വരും. അതിൻ്റെ ഫലമായിട്ട് പിറ്റ്യൂട്ടറി ട്രോപ്പിക് ഹോർമോൺസ് ഉണ്ടാക്കും. രണ്ട് ട്രോപ്പിക് ഹോർമോണാണ് പ്രൊഡ്യൂസ് ചെയ്യുക, LH ഉം FSH ഉം. LH ആക്ട് ചെയ്യുന്നത് ലേഡിക് സെല്ലിലും FSH ആക്ട് ചെയ്യുന്നത് സെർട്ടോളി സെല്ലിലുമാണ് എന്നുള്ള കാര്യം ഓർക്കുക. ഇപ്പോൾ നമ്മൾ പഠിച്ചു കഴിഞ്ഞത് സ്പെർമറ്റോജെനസിസ് അല്ലെങ്കിൽ സ്പേമിൻ്റെ ഫോർമേഷനാണ്. നെക്സ്റ്റ് ടോപ്പിക് ഈസ് സ്ട്രക്ചർ ഓഫ് സ്പെർമറ്റോസോവ ഓർ സ്പേം. സ്പേമിൻ്റെ ഘടന എങ്ങനെയാണെന്നുള്ളതാണ്. സ്പേമിൻ്റെ ഘടനയും അതിൻ്റെ പ്രധാനപ്പെട്ട ഭാഗങ്ങളുമാണ് നമുക്ക് പഠിക്കാനുള്ളത്. നമുക്കറിയാം, ഹ്യൂമൻ ബോഡിയിലെ ഏറ്റവും സ്മോളസ്റ്റ് സെല്ലാണ് സ്പേം. സ്പേമിൻ്റെ വലിപ്പം 0.06 മില്ലിമീറ്റർ ലോങ് ആണ് സ്പേമുള്ളത്. അതുകൊണ്ടാണ് സ്പേം സ്മോളസ്റ്റ് സെൽ എന്ന് പറയുന്നത്. സ്പേമിൻ്റെ ക്യാരക്ടേഴ്സ് എന്തൊക്കെ വെച്ചാൽ, ഇറ്റ് ഈസ് മൈക്രോസ്കോപ്പിക്, ഫ്ലജെല്ലേറ്റഡ്, മോട്ടൈൽ ആൻഡ് ഹാപ്ലോയിഡ്. അപ്പോൾ ഹാപ്ലോയിഡ് എന്ന് 23 ക്രോമസോമേ അതിനകത്തുണ്ടായിരിക്കുകയുള്ളൂ. നമുക്കറിയാം, മിയോസിസിൻ്റെ ഫലമായിട്ടാണ് ഇത് ഫോം ചെയ്യുന്നത്. അപ്പോൾ ഹാപ്ലോയിഡ് ആയിട്ടുള്ള, മോട്ടൈലായിട്ടുള്ള, ഫ്ലജെല്ലേറ്റഡ് ആയിട്ടുള്ള മൈക്രോസ്കോപ്പിക് ആയൊരു സെല്ലാണ് സ്പേം എന്ന് പറയുന്നത്. ചിത്രത്തിൽ നോക്കൂ, ഇതാണ് സ്പേമിൻ്റെ ഒരു സ്ട്രക്ചർ. ഈ ഓവറോൾ സ്പേമിനെ എൻവലപ്പ് ചെയ്തുകൊണ്ട് ഒരു പ്ലാസ്മ മെംബ്രെയിൻ, സാധാരണ ഒരു സെല്ലിൻ്റെ ഏറ്റവും, നമുക്കറിയാം ഒരു സെല്ലിൻ്റെ ഏറ്റവും പുറത്തൊരു പ്ലാസ്മ മെംബ്രെയിൻ ഉണ്ടായിരിക്കും. സിമിലർലി ഇതൊരു സെല്ലാണ്. അതുകൊണ്ട് ദ സ്പേം ഈസ് എൻവലപ്ഡ് ബൈ പ്ലാസ്മ മെംബ്രെയിൻ. യെസ്, പ്ലാസ്മ മെംബ്രെയിൻ എൻവലപ്പ് ദ ഹോൾ ബോഡി ഓഫ് സ്പേം. സ്പേം ഹാസ് മെയിൻലി 3 പാർട്ട്. സ്പേമിനെ നമ്മൾ 3 ഭാഗമായിട്ട് തരംതിരിച്ചിട്ടുണ്ട്. ഇവിടെ നോക്കൂ, ഒന്നാമത്തെ ഭാഗം ഹെഡ്, രണ്ടാമത്തെ ഭാഗം മിഡിൽ പീസ്, ലാസ്റ്റ് ഭാഗമാണ് ടെയിൽ. ഇങ്ങനെ 3 ഭാഗങ്ങളായി തരംതിരിച്ചിട്ടുണ്ട്. ഹെഡ്, മിഡിൽ പീസ്, ടെയിൽ. ചില ടെക്സ്റ്റ് ബുക്കുകളിൽ നിങ്ങൾ റെഫർ ചെയ്താൽ നെക്ക് എന്ന് പറയുന്ന ഒരു ഭാഗം കൂടി നമുക്ക് കാണാൻ പറ്റും. ചില ടെക്സ്റ്റ് ബുക്കിൽ അങ്ങനെ കൊടുത്തിട്ടുണ്ടായിരിക്കും, ഹെഡ്, നെക്ക്, മിഡിൽ പീസ് ആൻഡ് ടെയിൽ എന്നും പറയാറുണ്ട്. നമ്മളെ ടെക്സ്റ്റ് ബുക്ക് ഫോളോ ചെയ്യുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്ന ഹെഡിൻ്റെ ഒപ്പം തന്നെയുള്ള ഭാഗമായിട്ടാണ് നെക്കിനെ പരിഗണിക്കുന്നത്. ആദ്യത്തെ ഭാഗമാണ് ഹെഡാണ്. ഹെഡ് ഈസ് ഓവൽ ഷേപ്പ്ഡ് വിച്ച് കണ്ടെയ്ൻ an elongated haploid nucleus and acrosome. ഹെഡിൻ്റെ ഭാഗത്ത് 2 കാര്യങ്ങളാണുള്ളത്. ഒന്ന് ന്യൂക്ലിയസ് ആണ്, രണ്ടാമത്തത് അക്രോസോം എന്ന് പറയുന്നൊരു ഭാഗമാണ്. അക്രോസോം എന്നുള്ള വാക്ക് ശ്രദ്ധിക്കാം. ന്യൂക്ലിയസ് കണ്ടെയ്നിങ് പെറ്റേണൽ ക്രോമസോമൽ മെറ്റീരിയൽ, പിതാവിൽ നിന്നുള്ള സ്വഭാവങ്ങളെ അടങ്ങിയിട്ടുള്ള ക്രോമസോമുകളായിരിക്കും
ഹെഡിനകത്തുണ്ടാവുക. നമുക്കറിയാം, നമുക്ക് മാതാവിൻ്റെയും പിതാവിൻ്റെയും സ്വഭാവം കിട്ടുന്നുണ്ട്. അപ്പോൾ പിതാവിൻ്റെ ക്യാരക്ടേഴ്സ് അടങ്ങിയിട്ടുള്ളത് ഈ ന്യൂക്ലിയസിനകത്തുള്ള 23 ക്രോമസോമുകളകത്തായിരിക്കും. അടുത്തൊരു ഭാഗമാണ് അക്രോസോം. ആൻറ്റീരിയർ പാർട്ട് ഓഫ് ദ ഹെഡ് ഹാസ് എ കപ്പ്-ലൈക്ക് സ്ട്രക്ചർ. ദാറ്റ് കപ്പ്-ലൈക്ക് സ്ട്രക്ചർ ഈസ് കോൾഡ് അക്രോസോം. ഇറ്റ് ഈസ് ഫോംഡ് ഫ്രം ഗോൾജി കോംപ്ലക്സ്. അപ്പോൾ ഗോൾജി കോംപ്ലക്സിൽ നിന്നുണ്ടാകുന്ന ഒരു കപ്പ്-ലൈക്ക് സ്ട്രക്ചറാണ് അക്രോസോം. ദീസ് അക്രോസോം കണ്ടെയ്ൻ ആൻ ലൈറ്റിക് എൻസൈംസ് ദാറ്റ് ഹെൽപ്പ് ഫോർ ഡിസോൾവിങ് ദ മെംബ്രെയിൻസ് ഓഫ് ഓവം ഡ്യൂറിങ് ഫെർട്ടിലൈസേഷൻ. പഠിക്കാനുള്ളതാണ് ഓവം. ഓവത്തിന് ചുറ്റും ഒരുപാട് ലെയർ ഓഫ് സെല്ലുകളുണ്ട്, ഒരുപാട് മെംബ്രെയിൻസ് ഉണ്ട്. ആ മെംബ്രെയിൻസ് എല്ലാം ഡിസോൾവ് ചെയ്താൽ മാത്രമേ ഈ സ്പേമിന് ഓവത്തിനുള്ളിലേക്ക് കടക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ ആ മെംബ്രെയിനുകൾ ഡിസോൾവ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ലൈറ്റിക് എൻസൈമുകൾ ഈ അടങ്ങിയിട്ടുള്ള ഒരു കപ്പ്-ലൈക്ക് സ്ട്രക്ചറാണ് അക്രോസോം എന്ന് പറയുന്നത്. അപ്പോൾ സ്പേമിൻ്റെ അക്രോസോമിന് പർട്ടിക്കുലർ റോള് ഈ ഫെർട്ടിലൈസേഷൻ്റെ സമയത്ത് ഉണ്ട് എന്ന് നമ്മൾ ഓർത്തിരിക്കുക. ബിഹൈൻഡ് ദ ഹെഡ് ദർ ഇസ് എ ഷോർട്ട് നെക്ക് വിച്ച് കണ്ടെയ്ൻ 2 സെൻട്രിയോൾസ്. 2 സെൻട്രിയോളുകൾ അടങ്ങിയിട്ടുള്ള ഒരു ഷോർട്ട് നെക്ക് കാണാൻ പറ്റും. ഒന്നാമത്തെ സെൻട്രിയോൾസ് നമ്മൾ പ്രോക്സിമൽ സെൻട്രിയോൾ എന്നും രണ്ടാമത്തിന് ഡിസ്റ്റൽ സെൻട്രിയോൾ എന്നാണ് പറയുക. പ്രോക്സിമൽ സെൻട്രിയോൾ പ്ലേസ് എ മേജർ റോൾ ഇൻ ദ ക്ലീവേജ് ഓഫ് സൈഗോട്ട്. സൈഗോട്ടിൻ്റെ വിഭജന സമയത്ത് ഈ പ്രോക്സിമൽ സെൻട്രിയോളിന് പ്രത്യേക റോളുണ്ട്. ഡിസ്റ്റൽ സെൻട്രിയോൾ കണക്ട് ടു ടെയിൽ ഫിലമെൻറ്റ്. അത്ര പ്രധാനപ്പെട്ട ഒരു പോയിൻ്റ് അല്ല, എങ്കിലും നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതാണ് ഈ നെക്കിൻ്റെ 2 സെൻട്രിയോളെ കുറിച്ചും. ഹെഡ് റീജിയൻ ബന്ധപ്പെട്ട കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞത്. അപ്പോൾ ഹെഡിൻ്റെ ഓർക്കുക, ഹെഡിനകത്ത് ഹാപ്ലോയിഡ് ന്യൂക്ലിയസ് ഉണ്ട്, അക്രോസോം ഉണ്ട്, ഹെഡിൻ്റെ ബിഹൈൻഡ് ആയിട്ട് ഷോർട്ട് നെക്ക് ഉണ്ട്. നെക്കിന് 2 സെൻട്രിയോളുകൾ ഉണ്ടായിരിക്കും, പ്രോക്സിമൽ സെൻട്രിയോളും ഡിസ്റ്റൽ സെൻട്രിയോൾ എന്ന് പറയുന്ന 2 ഭാഗങ്ങളുണ്ടായിരിക്കും. ഇനി രണ്ടാമത്തെ ഭാഗമാണ് മിഡിൽ പീസ്, മധ്യഭാഗം എന്ന് പറയുന്ന ഭാഗം. മിഡിൽ പീസ് പൊസസ് മൈറ്റോകോൺട്രിയ ആൻഡ് സൈറ്റോപ്ലാസം. മൈറ്റോകോൺട്രിയ, ഈ സെല്ല് ഇതൊരു സെല്ലാണല്ലോ, അപ്പോൾ ഈ സെല്ലിൻ്റെ മൈറ്റോകോൺട്രിയകൾ കാണപ്പെടുന്നത് മിഡിൽ പീസിനകത്താണ്. നമുക്കറിയാം മൈറ്റോകോൺട്രിയ ഈസ് എ പവർ ഹൗസ് ഓഫ് സെൽ. അതുകൊണ്ട് തന്നെ ഈ മിഡിൽ പീസിനകത്തുള്ള മൈറ്റോകോൺട്രിയയാണ് ഈ സ്പേമിന് മൂവ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള എനർജി പ്രൊവൈഡ് ചെയ്യുന്നത്. മൈറ്റോകോൺട്രിയ പ്രൊവൈഡ് എനർജി ഫോർ സ്പേം മോട്ടിലിറ്റി എസെൻഷ്യൽ ഫോർ ഫെർട്ടിലൈസേഷൻ. അപ്പോൾ സ്പേമിൻ്റെ മൂവ്മെൻറ്റിന് ആവശ്യമായിട്ട് എനർജി പ്രൊവൈഡ് ചെയ്യുന്നത് മൈറ്റോകോൺട്രിയയാണ്. മൂന്നാമത്തെ ഭാഗമാണ് ടെയിൽ. ടെയിൽ കൺസിസ്റ്റ് ഓഫ് സെൻട്രൽ ആക്സിയൽ ഫിലമെൻറ്റ് സറൗണ്ടഡ് ബൈ സ്മോൾ എമൗണ്ട് ഓഫ് സൈറ്റോപ്ലാസം. സൈറ്റോപ്ലാസത്താൽ ചുറ്റപ്പെട്ട ഒരു ആക്സിയൽ ഫിലമെൻ്റാണ്, ഒരു നീളം കൂടിയ ഒരു ഭാഗമാണ് ടെയിൽ എന്ന് പറയുന്നത്. ദ സ്പേം മൂവ് ത്രൂ ദ ഫ്ലൂയിഡ് മീഡിയം ആൻഡ് ഇൻ ദ ഫീമെയിൽ ജെനൈറ്റൽ ട്രാക്ട് ബൈ ദ മൂവ്മെൻറ്റ് ഓഫ് ടെയിൽ. അപ്പോൾ ഈ ടെയിലിൻ്റെ മൂവ്മെൻറ്റ് അനുസരിച്ചാണ് ഈ സ്പേം ചലിക്കുന്നത്. ചലിക്കാൻ വേണ്ടി എനർജി പ്രൊവൈഡ് ചെയ്യുന്നത് മൈറ്റോകോൺട്രിയയാണ് മിഡിൽ പീസിനകത്തുള്ള എന്ന് നമ്മൾ പഠിച്ചു. പക്ഷേ ഈ ടെയിലിൻ്റെ മൂവ്മെൻറ്റിനനുസരിച്ചാണ് ഈ സ്പേം ചലിക്കുക. നമ്മളിവിടെ ഓർക്കേണ്ട കാര്യം വെച്ചാൽ ഒരു ഫീമെയിൽ ബോഡിയിൽ ഒരു മാസത്തിൽ ഒരു ഓവമാണ് പ്രൊഡ്യൂസ് ചെയ്യുക, സിംഗിൾ സെല്ലാണ് പ്രൊഡ്യൂസ് ചെയ്യുക. എന്നാൽ പുരുഷന്മാരുടെ പ്രത്യേകത ഒരു ഇജാക്കുലേഷൻ്റെ സമയത്ത് തന്നെ ഒരു ദിവസം തന്നെ 1-ലധികം തവണ ഇജാക്കുലേഷൻ സംഭവിക്കാം. ഒരു ഇജാക്കുലേഷൻ്റെ സമയത്ത് 200 മുതൽ 300 മില്യൺ സ്പേമുകൾ ഉണ്ടായിരിക്കും എന്നാണ് മനസ്സിലാക്കുന്നത്. എ ഹ്യൂമൻ മെയിൽ ഇജാക്കുലേറ്റ് 200 to 300 മില്യൺ സ്പേം ഡ്യൂറിങ് എ കോയിറ്റസ്. പക്ഷെ നമ്മൾ പറഞ്ഞ ഈ ഒരു ഘടന ഉണ്ടല്ലോ, ഇത് ഒരു പക്ഷേ എല്ലാ സ്പേമുകൾക്കും ഉണ്ടായിക്കോണമെന്നില്ല. ഇപ്പോൾ ഒരാൾ പുരുഷൻ്റെ ബോഡിയിൽ നിന്ന് പ്രൊഡ്യൂസ് ചെയ്യുന്ന എല്ലാ സ്പേമുകൾക്കും കറക്റ്റ് ഷേപ്പ് ഉണ്ടായിക്കോണമെന്നില്ല. ഒരുപാട് ഡീഫോർമിറ്റീസും ഒരുപാട് പ്രശ്നങ്ങളും ഇതുമായി ബന്ധപ്പെട്ടുണ്ടാവാറുണ്ട്. അപ്പോൾ അപ്രോക്സിമേറ്റ്ലി 60% സ്പേമുകൾക്കും കറക്റ്റ് സൈസും ഷേപ്പും ഉണ്ടെങ്കിൽ മാത്രമാണ് നോർമൽ ഫെർട്ടിലൈസേഷൻ നടക്കാൻ സാധ്യതയുള്ളൂ. അതുപോലെ തന്നെ മൊത്തം സ്പേമിൻ്റെ 40%-നെങ്കിലും വിഗറസ് മോട്ടിലിറ്റി ഉണ്ടാവുകയും വേണം എന്നുള്ളതാണ്. പല ആളുകളിലും ഇത്തരം പ്രശ്നങ്ങളൊക്കെ സംഭവിക്കാറുണ്ട് കേട്ടോ എന്നുള്ള കാര്യം കൂടിയും ഈ ഒരു സ്പെർമറ്റോജെനസിസുമായി നമ്മൾ ഓർത്തിരിക്കേണ്ടതാണ്. അടുത്തത് ഗാമറ്റോജെനസിസിൻ്റെ രണ്ടാമത്തെ സ്റ്റേജിലേക്കാണ് കടക്കുന്നത്, oogenesis. It is the process of formation of mature ovum. You know that it takes place in Graafian follicle. ഓവർക്കകത്ത് ഒരുപാട് ഫോളിക്കിൾസ് ഉണ്ട്, നമ്മൾ പറഞ്ഞതാണ്. അതിൽ ഏറ്റവും മെച്ചുവർഡായ ഫോളിക്കിളാണ് ഗ്രാഫിയൻ ഫോളിക്കിൾ. ഗ്രാഫിയൻ ഫോളിക്കിളാണ് ഈ ഓവർ മെച്ചുവറായി മാറുന്നത്. പക്ഷേ ഓർക്കേണ്ട കാര്യം, oogenesis
ഈസ് ഇനീഷ്യേറ്റഡ് ഇൻ ദ എംബ്രിയോണിക് സ്റ്റേജ്. ഒരു പെൺകുട്ടി അമ്മയുടെ ഗർഭാശയത്തിൽ പെണ്ണായിട്ട് രൂപാന്തരം പ്രാപിക്കുന്ന കാലത്ത് തന്നെ ഈ ഒരു oogenesis ആരംഭിച്ചിരിക്കും. Oogenesis initiated in the embryonic stage when millions of oogonium, otherwise called egg mother cell, are produced within each ovary. അപ്പോൾ ഓരോ ഓവറിയിലും ഈ എഗ്ഗ് മദർ സെൽ അല്ലെങ്കിൽ ഊഗോണിയം പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടായിരിക്കും. സ്പേമിൻ്റെ മദർ സെൽ നമ്മൾ സ്പേം മദർ സെൽ അല്ലെങ്കിൽ സ്പെർമറ്റോഗോണിയം എന്നാണ് പറഞ്ഞത്, മറന്നിട്ടുണ്ടാവില്ല എന്ന് വിചാരിക്കുന്നു. അവിടെ സ്പെർമറ്റോഗോണിയ, ഇവിടെ ഊഗോണിയം കേട്ടോ എന്നുള്ള മാറ്റം ഓർക്കുക. അപ്പോൾ ഈ ഒരു ഊഗോണിയം, മില്യൺസ് ഓഫ് ഊഗോണിയം ഈ ഒരു എംബ്രിയോണിക് സ്റ്റേജിൽ തന്നെ ഓവറിൽ പ്രൊഡ്യൂസ് ചെയ്യും. ഭ്രൂണാവസ്ഥയിൽ ഏകദേശം 25 ആഴ്ച പ്രായമാകുമ്പോഴാണ് ഈ ഊഗോണിയ പ്രൊഡ്യൂസ് ചെയ്യുക. ഓൾ ഊഗോണിയ ആർ ഡെവലപ്ഡ് ഇൻ ഓഫ് ഫീറ്റസ് അറ്റ് 25 വീക്സ്. ജനനശേഷം പിന്നീട് ഊഗോണിയ ഡെവലപ്പ് ചെയ്തിരുന്നില്ല. നോ മോർ ഊഗോണിയ ആർ ആഡഡ് ആഫ്റ്റർ ബർത്ത്സ്. അപ്പോൾ ഒരു പെൺകുട്ടി ജനിക്കുന്ന സമയത്ത് തന്നെ ആ പെൺകുട്ടിയുടെ ശരീരത്തിൽ ഉൽപ്പാദിക്കപ്പെടുന്ന എല്ലാ ഓവത്തിനും അനുസരിച്ചുള്ള എഗ്ഗ് മദർ സെല്ലുകൾ പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടായിരിക്കും. സ്പെർമറ്റോജെനസിസ് 3 ഫേസിലാണ് നടക്കുക. നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഇവിടെയും 3 ഫേസുകളാണ്. oogenesis ഹാസ് 3 phases. നേരത്തെ നമ്മൾ പറഞ്ഞ അതേ പേര് തന്നെയാണ് മൾട്ടിപ്ലിക്കേഷൻ ഫേസ്, ഗ്രോത്ത് ഫേസ് ആൻഡ് മെച്ചുറേഷൻ ഫേസ്. ആദ്യമായിട്ട് മൾട്ടിപ്ലിക്കേഷൻ ഫേസ്. ഇവിടെ എന്ത് സംഭവിക്കാം? പുരുഷൻ്റെ സ്പെർമറ്റോജെനസിസുമായിട്ട് കമ്പയർ ചെയ്താൽ വളരെ ഈസിയാണ്. ഇവിടെ ഊഗോണിയ എന്ന് പറയുന്ന സ്പേം മദർ സെൽ അണ്ടർഗോസ് കണ്ടിന്യൂസ് മൈറ്റോട്ടിക് ഡിവിഷൻ. മൈറ്റോട്ടിക് ഡിവിഷനിന് വിധേയമാകും. നമുക്കറിയാം അതിൻ്റെ ഫലമായിട്ട് അതിൻ്റെ സെല്ലിൻ്റെ എണ്ണം കൂടും അല്ലേ. ഇത് ഡിപ്ലോയിഡ് ആണ്. ഊഗോണിയ ഡിപ്ലോയിഡ് സെല്ലാണ്. അത് മൈറ്റോട്ടിക്കൽ ഡിവൈഡ് ചെയ്ത് ഉണ്ടാകുന്ന സെല്ലുകളെല്ലാം പറയുന്ന പേരാണ് പ്രൈമറി ഊസൈറ്റ് എന്നാണ് പറയുക. അവിടെ നമ്മൾ പഠിച്ചത് പ്രൈമറി സ്പെർമറ്റോസൈറ്റ് ആണെങ്കിൽ ഇവിടെ അങ്ങനെ ഇവിടെ മൈറ്റോട്ടിക്കൽ ഡിവൈഡ് ചെയ്തുണ്ടാകുന്ന സെല്ലുകൾ പറയുന്ന പേരാണ് പ്രൈമറി ഊസൈറ്റ്. ദീസ് ആർ ആൾസോ ഡിപ്ലോയിഡ്സ്. ഓക്കെ, പക്ഷേ വ്യത്യാസം എന്താ വെച്ചാൽ ഇറ്റ് ടേക്സ് പ്ലേസ് ഇൻ ദ ഫീറ്റൽ ലൈഫ്. ഫീറ്റൽ ലൈഫിലാണ്, ഭ്രൂണാവസ്ഥയിലാണ് ഈ ഒരു സ്റ്റേജ് നടക്കുന്നത്. ഇനി രണ്ടാമത്തെ സ്റ്റേജാണ് ഗ്രോത്ത് ഫേസ്. ഈ ഗ്രോത്ത് ഫേസ് നടക്കുന്നത് ജനിച്ചത് മുതൽ പ്യൂബർട്ടി വരെയുള്ള കാലഘട്ടത്തിനിടയിലാണ്. എന്ന് വെച്ചാൽ എലോബറേറ്റഡ് ഗ്രോത്ത് ഫേസ് ആണ് ഫീമെയിലിൽ കാണപ്പെടുക. ഡ്യൂറിങ് ദിസ് ഫേസ് സം ഓഫ് ദ ഊഗോണിയ ഇൻക്രീസ് ഇൻ സൈസ് ബൈ അക്യുമുലേറ്റിംഗ് നറിഷ്മെൻറ്റ് ഫ്രം ദ യോക്ക്. ഈ ഓവത്തിൻ്റെ സെൻട്രലിനകത്തുള്ള യോക്കിൽ നിന്ന് നറിഷ്മെൻറ്റ് അബ്സോർബ് ചെയ്തിട്ട് ഇതിൻ്റെ സൈസ് ഇൻക്രീസ് ചെയ്യും. ഇതിനെയാണ് നമ്മൾ ഗ്രോത്ത് ഫേസ് എന്ന് പറയുന്നത്. ജനിച്ച് പിന്നീട് ചൈൽഡ്ഹുഡ് ഉള്ള നടക്കുന്ന കാലത്തിലൊക്കെ ഗ്രോത്ത് ഫേസാണ് നടക്കുക. ചൈൽഡ്ഹുഡിലൊക്കെ നടക്കുന്നത് ഗ്രോത്ത് ഫേസാണ്. പിന്നീട് പ്യൂബർട്ടി മുതലാണ് ഇനി മെച്ചുറേഷൻ ഫേസ് ആരംഭിക്കുക. ആണ് ഓർക്കേണ്ട കാര്യം. ഈ പ്യൂബർട്ടിയിൽ എത്തിക്കഴിഞ്ഞാൽ അതോടുകൂടിയാണ് നമ്മൾ പ്യൂബർട്ടി ആരംഭിച്ചു അല്ലെങ്കിൽ ഓവുലേഷൻ ആരംഭിച്ചു എന്ന് പറയാൻ കഴിയുക. ബാക്കിയുള്ള ഈ ഗ്രോത്ത് ഫേസ് വരെ നടക്കുന്നത് ജനനം മുതൽ, ജനിച്ചത് മുതൽ ഈ ഒരു പ്യൂബർട്ടി വരെയാണ് ഗ്രോത്ത് ഫേസ്. അപ്പോൾ എലോബറേറ്റഡ് ഗ്രോത്ത് ഫേസ് ആണ് ഫീമെയിലിൽ കാണപ്പെടുന്നത്. ആ സ്ഥാനത്ത് മൾട്ടിപ്ലിക്കേഷൻ ഫേസ് ഫീറ്റൽ ലൈഫിലാണ് നടക്കുന്നത്. അതാണ് വ്യത്യാസം. ഇനി മൂന്നാമത്തെ ഫേസാണ് മെച്ചുറേഷൻ ഫേസ്. ഇത് ആഫ്റ്റർ പ്യൂബർട്ടിയാണ് നടക്കുക. ഹിയർ വാട്ട് ഹാപ്പൻ? ദീസ് പ്രൈമറി ഗോസ് ടു മിയോട്ടിക് ഡിവിഷൻ. 2 മിയോട്ടിക് ഡിവിഷന് വിധേയമാകും. As a result of first meiotic division, it produced 2 unequal haploid cell. അൺഈക്വൽ ആണ്. നമ്മൾ പുരുഷൻ്റെ പറഞ്ഞ സമയത്ത് ഈക്വൽ എന്നാണ് പറഞ്ഞിരുന്നത്. അന്ന് ചെറിയൊരു മിസ്റ്റേക്ക് കൂടി എനിക്ക് തിരുത്താനുണ്ട്. അന്നത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞത് ഈക്വൽ എന്നും അവിടെ എഴുതി കാണിച്ചത് അൺഈക്വൽ ആണ്. നിങ്ങളത് ചില കുട്ടികൾ എന്നോട് ഓർമ്മപ്പെടുത്തിയിരുന്നു. ഓക്കെ, ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കുക. ഈ അൺഈക്വൽ സെല്ലുകളാണ് പ്രൊഡ്യൂസ് ചെയ്യുക. The largest cell is called secondary oocyte എന്നാണ് പറയുക. ആൻഡ് സ്മോൾ വൺ ഈസ് കോൾഡ് പോളാർ ബോഡീസ് ഓർ പോളോസൈറ്റുകൾ എന്ന് പറയും. അപ്പോൾ ഇവിടെ അൺഈക്വൽ ആയിട്ടുള്ള ഒന്ന് ലാർജർ സൈസിലും ഒന്ന് സ്മോൾ സൈസിലും ഉണ്ടായിരിക്കുക. ലാർജർ സെല്ലുകളെ നമ്മൾ സെക്കൻഡറി ഊസൈറ്റുകളെന്നും സ്മോളിനെ പറയുന്ന പേരാണ് പോളാർ ബോഡീസ് ഓർ പോളോസൈറ്റ്. രണ്ടും ഹാപ്ലോയിഡ് ആയിരിക്കും. ക്രോമസോം സംഖ്യ N ആയിരിക്കും. കാരണം ഫസ്റ്റ് മിയോസിസ് സംഭവിച്ചത്. അടുത്തതായിട്ട് ഈ സെക്കൻഡറി oocyte undergoes second meiotic division and produce 2 unequal cells. വീണ്ടും അൺഈക്വൽ സെല്ലുകളായിട്ട് മാറുക. ദ ലാർജർ സെൽ ഈസ് കോൾഡ് ഓവം അല്ലെങ്കിൽ മറ്റു പേരാണ് ഊട്ടിഡ് എന്ന് പറയും. ഊട്ടിഡ്.
അവിടെ സ്പെമാറ്റിഡ് എന്നായിരുന്നു ഉണ്ടായിരുന്നത് അല്ലേ. ഇവിടെ അവിടെ സ്പെമാറ്റിഡ് നോൺ മൊട്ടൈലാണ് അല്ലെങ്കിൽ ഫങ്ഷൻലെസ് ആണ്. ഇവിടെ ഊട്ടിഡ് തന്നെയാണ് ഫങ്ഷനായിട്ടുള്ള ഓവ് എന്ന് പറയുന്നത്. രണ്ടാമത്തെ സ്മോൾ സെല്ലുകളെ പറയുന്ന പേരാണ് സെക്കൻഡ് പോളാർ ബോഡീസ് എന്നാണ് പറയുന്നത്. ഈ സമയത്ത് നടക്കുന്ന മറ്റൊരു കാര്യം കൂടിയുണ്ട്. ഈ ഫസ്റ്റ് പോളാർ ബോഡി വീണ്ടും ഡിവൈഡ് ചെയ്യും. അങ്ങനെ 2 പോളാർ ബോഡീസ് എക്സ്ട്രാ പോകും. അപ്പോൾ ഓർക്കേണ്ട കാര്യം ഊജെനസിസിൻ്റെ ഫലമായിട്ട് ഒരു ഓവവും 3 പോളാർ ബോഡീസാണ് ഫോം ചെയ്യുക. ആ സ്ഥാനത്ത് പുരുഷൻ്റെ പ്രത്യേകത എന്തായിരുന്നു നമ്മൾ പഠിച്ചത്? എന്തായിരുന്നു? ഒരു സ്പെർമറ്റോഗോണിയയിൽ നിന്ന് 4 സ്പെമാറ്റിഡുകളും തുടർന്ന് 4 സ്പേം പ്രൊഡ്യൂസ് ചെയ്യും. ഇവിടെ ഒരു ഊഗോണിയയിൽ നിന്ന് ഒരു ഫങ്ഷണൽ ഓവ മാത്രമേ പ്രൊഡ്യൂസ് ചെയ്യുന്നുള്ളൂ. 3 പോളർ ബോഡീസ് ഉണ്ടായിരിക്കും. ദാറ്റ്സ് ആർ ഇവൻച്വലി ഡീജനറേറ്റഡ്. അത് ഫങ്ഷൻലെസ് ആണ്, അത് നശിച്ചു പോവുകയാണ് ചെയ്യുക. ഇത്രയും കാര്യങ്ങളാണ് ഊജെനസിസുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പഠിക്കാനുള്ളത്. നിങ്ങൾ ഈ ഒരു ചിത്രീകരണവും ഈ ഒരു ഫ്ലോ ചാർട്ടും കഴിഞ്ഞ ദിവസം പഠിച്ച പോലെ ഇതും നിങ്ങളുടെ നോട്ട്ബുക്കിൽ എഴുതുകയും പഠിക്കുകയും ചെയ്യാം. നേരത്തെ നമ്മൾ സ്പെർമറ്റോജെനസിസിൻ്റെ ഹോർമോൺ റെഗുലേഷൻ പറഞ്ഞത് ഓർക്കുന്നുണ്ടാവും. ഇതേപോലെ തന്നെ ഈ ഊജെനസിസിലും ഒരുപാട് ഹോർമോണുകൾക്ക് റോളുണ്ട്. ഊജെനസിസ് ആർ കൺട്രോൾഡ് ബൈ എ നമ്പർ ഓഫ് ഹോർമോൺ സച്ച് ആസ് ഫസ്റ്റ് വൺ ഗൊണാഡോട്രോപ്പിൻ റിലീസിങ് ഹോർമോൺ ഫ്രം ഹൈപ്പോതലാമസ്. പുരുഷന്മാരിൽ അതേപോലെ തന്നെയാണ്. രണ്ടാമത്തത് 2 ഗൊണാഡോട്രോപ്പിൻസ് ജസ്റ്റ് ലൈക്ക് LH ആൻഡ് FSH ഫ്രം പിറ്റ്യൂട്ടറി ഗ്ലാൻഡ്. ആൻഡ് തേർഡ് ഹോർമോൺ ഈസ്ട്രജൻ ആൻഡ് ഫോർത്ത് വൺ പ്രൊജസ്ട്രോൺ. അപ്പോൾ ഇത്രയും ഹോർമോണുകളാണ് ഫീമെയിൽ ഈ ഒരു ഊജെനസിസുമായി ബന്ധപ്പെട്ട് റിലേറ്റഡ് ആയിട്ട് നമ്മൾ ഓർക്കേണ്ടത്. ദ ഇൻക്രീസ്ഡ് ലെവൽ ഓഫ് GnRH സ്റ്റിമുലേറ്റ് ദ anterior lobe of pituitary and produce 2 gonadotropic hormone LH and FSH, luteinizing hormone and follicle stimulating hormones. LH stimulate ovulation, luteinizing hormone stimulate ovulation. FSH stimulate the follicle to synthesis and secretion of estrogen. FSH ഫോളിക്കിൾ സെല്ലുകളെയാണ് സ്റ്റിമുലേറ്റ് ചെയ്യുക. അതിൻ്റെ ഫലമായിട്ട് നമുക്കറിയാം ഗ്രാഫിൻ ഫോളിക്കിൾ മെച്ചുറായി കഴിഞ്ഞാൽ ഈസ്ട്രജൻ എന്ന് പറയുന്ന ഹോർമോൺ റിലീസ് ചെയ്യും. വി നോ ദാറ്റ് ഈസ്ട്രജൻ സ്റ്റിമുലേറ്റ് ദ സെക്കൻഡറി സെക്ഷൽ ക്യാരക്ടേഴ്സ്. ഫീമെയിൽ അല്ലേ സെക്കൻഡറി സെക്ഷൽ ക്യാരക്ടറുകളെ നിയന്ത്രിക്കുകയാണ്. ഈ പറയുന്ന ഓവുലേഷനെയും ഇതൊക്കെ നിയന്ത്രിക്കുന്ന ഹോർമോണാണ് ഈസ്ട്രജൻ. ദെൻ ഗ്രാഫിൻ ഫോളിക്കിൾ പിന്നീട് മാറുന്ന യെല്ലോയിഷ് കോണിക്കൽ സെല്ലുകളാണ് കോർപ്പസ് ലൂട്ടിയം. ദാറ്റ് സെക്രീറ്റ് പ്രൊജസ്ട്രോൺ. Progesterone inhibits ovulation, but it is essential for implantation and maintenance of pregnancy. അപ്പോൾ ഇത്രയും ഹോർമോണുകളാണ് ഊജെനസിസ് എന്ന് പറയുന്ന പ്രോസസ്സിനെ റെഗുലേറ്റ് ചെയ്യുന്നത്. ഈ ഒരു ചിത്രീകരണം നിങ്ങൾ പഠിച്ചിരിക്കും. പിന്നീട് നമ്മൾ പഠിച്ചത് ഹോർമോണിന് ശേഷം സ്പേമിൻ്റെ സ്ട്രക്ചറാണ്. അതുപോലെ തന്നെ ഇവിടെ നമ്മൾ പഠിക്കാനുള്ളത് സ്ട്രക്ചർ ഓഫ് ഓവം, ഫീമെയിൽ ഗാമേറ്റിൻ്റെ സ്ട്രക്ചറാണ് പറയാനുള്ളത്. ഹ്യൂമൻ ബോഡിയിലെ വലുപ്പം കൂടിയ സെല്ലാണ് ഓവം. പക്ഷേ രണ്ടും 2 സെക്സിലാണ് പ്രൊഡ്യൂസ് ചെയ്യുക അല്ലേ. സ്മോളസ്റ്റ് സെല്ല് മെയിൽ പ്രൊഡ്യൂസ് ചെയ്യും, ലാർജസ്റ്റ് സെല്ല് ഫീമെയിൽ പ്രൊഡ്യൂസ് ചെയ്യും. ഇതിൻ്റെ സൈസ് എന്ന് പറയുന്നത് അബൌട്ട് 0.2 millimeter in diameter. It is spherical and non-motile. The haploid nucleus is located at center. നേരത്തെ സ്പേമിൻ്റെ ഹെഡിൻ്റെ ഭാഗത്തായിരുന്നു ന്യൂക്ലിയസ് ഉണ്ടായിരുന്നെങ്കിൽ ഇതിൻ്റെ സെൻറ്റർ ഭാഗത്താണ് ന്യൂക്ലിയസ് ഉണ്ടാകുക. ദാറ്റ്സ് ക്യാരി മെറ്റേണൽ ക്രോമസോം. മാതാവിൽ നിന്നുള്ള സ്വഭാവങ്ങൾ നമുക്ക് ലഭിക്കുന്നത് ഈ ന്യൂക്ലിയസിനകത്തുള്ള ക്രോമസോമിൽ നിന്നാണ്. ഇതാണ് ഓവത്തിൻ്റെ ഒരു ചിത്രം. ഇവിടെ നോക്കിയാൽ നമുക്ക് മനസ്സിലാവും ഓവം ഹാസ് 4 ലെയർ. ഓവത്തിന് 4 ലെയറുകളായിട്ടാണ് ഓവം കാണപ്പെടുന്നത്. ഈ 4 ലെയറുകളെ പേരും നിർബന്ധമായിട്ടും നമ്മൾ അറിഞ്ഞിരിക്കുക. ഒന്നാമത്തെ ലെയറാണ് പ്ലാസ്മ മെംബ്രെയിൻ. സാധാരണ 7 സെല്ലുകൾക്കുള്ളതുപോലെ തന്നെ ഒരു പ്ലാസ്മ മെംബ്രെയിൻ ഉണ്ടായിരിക്കും. അതിനെ നമ്മൾ ഊലെമ്മ എന്നുകൂടി പറയാറുണ്ട്. പേര് ഓർക്കണേ, ഊലെമ്മ, പ്ലാസ്മ മെംബ്രെയിൻ. ഇറ്റ് ഇസ് ദ ഇന്നർമോസ്റ്റ് ലെയർ. അപ്പോൾ ഏറ്റവും ഇന്നർ ലെയറാണ് പ്ലാസ്മ മെംബ്രെയിൻ. പ്ലാസ്മ മെംബ്രെയിൻ ഇസ് ദ ഇന്നർമോസ്റ്റ് ലെയർ ദാറ്റ് കവറിങ് ദ എഗ് ഇമ്മീഡിയറ്റ്ലി ഓവർ ഇറ്റ്. ദെൻ രണ്ടാമത്തെ ലെയർ, പ്ലാസ്മ മെംബ്രെയിൻ കഴിഞ്ഞാലുള്ള ലെയറിനെയാണ് നമ്മൾ വിറ്റലൈൻ മെംബ്രെയിൻ എന്ന് പറയും. വിറ്റലൈൻ മെംബ്രെയിൻ ഇസ് എ മെംബ്രെയിൻ ക്ലോസ്ലി അറ്റാച്ച്ഡ് ടു പ്ലാസ്മ മെംബ്രെയിൻ. പ്ലാസ്മ മെംബ്രെയിൻ കഴിഞ്ഞാൽ കാണുന്ന വളരെ അടുത്തുള്ള ലെയറാണ് വിറ്റലൈൻ മെംബ്രെയിൻ. തേർഡ് ലെയറിനെ പറയുന്ന പേരാണ് സോണ പെല്ലൂസിഡ എന്നാണ് പറയുക. പേരുകൾ ഓർക്കണേ, സോണ പെല്ലൂസിഡ. ഇറ്റ് ഇസ് എ ട്രാൻസ്പെറൻറ്റ് നോൺ സെല്ലുലാർ ലെയർ.
ഔട്ടർ ടു വിറ്റലൈൻ മെംബ്രെയിൻ. വിറ്റലൈൻ മെംബ്രെയിൻ കഴിഞ്ഞാലുള്ള ഒരു നോൺ സെല്ലുലാർ ആയിട്ടുള്ള ലെയറാണ് സോണ പെല്ലൂസിഡ. നാലാമത്തെ ലെയറിനെ പറയുന്ന പേരാണ് കൊറോണ റേഡിയേറ്റം. ഇറ്റ് ഈസ് ദ ഔട്ടർ ലെയർ ഫോംഡ് ഓഫ് റേഡിയലി എലോങ്ങേറ്റഡ് ഫോളിക്കിൾ സെൽസ്. ഓവറിക്കകത്തുള്ള ഫോളിക്കിൾ സെല്ലുകൾ റേഡിയലി എലോങ്ങേറ്റ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന സെല്ലാണ് കൊറോണ റേഡിയേറ്റം. ഇങ്ങനെ 4 പ്രധാനപ്പെട്ട ലെയറുകളാണ് ഓവത്തിനുള്ളത്. ഇത് ഔട്ടർ ടു ഇന്നറും ഇന്നർ ടു ഔട്ടറും പലപ്പോഴും ചോദിക്കാറുണ്ട്. അപ്പോൾ ഏറ്റവും ഇന്നർമോസ്റ്റ് ലെയർ പ്ലാസ്മ മെംബ്രെയിൻ, ദെൻ വിറ്റലൈൻ മെംബ്രെയിൻ, ദെൻ സോണ പെല്ലൂസിഡ, അത് കഴിഞ്ഞാൽ കൊറോണ റേഡിയേറ്റം. ഔട്ടർമോസ്റ്റ് ലെയറാണ് കൊറോണ റേഡിയേറ്റം. ഓവത്തിൻ്റെ സ്ട്രക്ചറിൻ്റെ ഈ ഒരു ഡയഗ്രാം നിങ്ങൾ നോട്ടിൽ വരച്ച് പഠിക്കുക. ഗാമറ്റോജെനസിസുമായി ബന്ധപ്പെട്ട 2 പ്രോസസ്സുകളാണ് നമ്മൾ പഠിച്ചു കഴിഞ്ഞത്, സ്പെർമറ്റോജെനസിസും oogenesis. അപ്പോൾ രണ്ടും തമ്മിലുള്ള വ്യത്യാസങ്ങളും രണ്ടും നടക്കുന്ന പ്രോസസ്സും നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകും. നമുക്ക് ഇതിനൊന്ന് കമ്പാരിസൺ നടത്തി നോക്കാം. എന്തൊക്കെയാണ് ഇവർ തമ്മിലുള്ള വ്യത്യാസങ്ങൾ? 2 ബോക്സായിട്ട് നമുക്ക് പഠിക്കാം. ചിലപ്പോൾ എക്സാമിന് ചോദിക്കാം, വാട്ട് ഇസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ oogenesis ആൻഡ് സ്പെർമറ്റോജെനസിസ്. അപ്പോൾ 2 ബോക്സിലാണ് നമ്മൾ പറയാം. ഒന്നാമത്തെ ബോക്സിന് നമ്മൾ സ്പെർമറ്റോജെനസിസ് എന്നും രണ്ടാമത്തിന് oogenesis എന്നും കൊടുക്കാം. എന്തൊക്കെയാണ് പ്രധാനപ്പെട്ട വ്യത്യാസങ്ങൾ നോക്കാം. ഒന്നാമത്തെ വ്യത്യാസം ഇത് നടക്കുന്ന സ്ഥലമാണ്. സ്പെർമറ്റോജെനസിസ് occur in the testis, oogenesis occur in the ovary. സെക്കൻഡ് ഡിഫറൻസ്, ലിമിറ്റഡ് ഗ്രോത്ത് ഫേസ് ആണ് സ്പെർമറ്റോജെനസിസിനുള്ളത്, അല്ലേ? കുറഞ്ഞ ഗ്രോത്ത് ഫേസ് വളരെ കുറവായിരിക്കും. ആ സ്ഥാനത്ത് ഫീമെയിൽസിൻ്റെ oogenesisലോ എലോബറേറ്റഡ് ഗ്രോത്ത് ഫേസ് ആയിരിക്കും. ജനിച്ചത് മുതൽ പ്രായപൂർത്തി ആകുന്നത് വരെയുള്ള കാലഘട്ടം ഗ്രോത്ത് ഫേസ് ആയിരിക്കും. മൂന്നാമത്തെ വ്യത്യാസം, ഇവിടെ കിട്ടുന്ന സെല്ലിൻ്റെ എണ്ണമാണ്, അല്ലെങ്കിൽ ഗ്യാമേറ്റിൻ്റെ എണ്ണമാണ്. ഈച്ച് പ്രൈമറി സ്പെർമറ്റോസൈറ്റ്സ് ഗിവ്സ് 4 sperm, where in oogenesis each primary oocyte gives only 1 functional ovum. ഇനി സ്പെർമറ്റോജെനസിസിൽ നമുക്കറിയാം ഒരു നോൺ ഫങ്ഷണലായ സെല്ലുകളായി ഒന്നും പ്രൊഡ്യൂസ് ചെയ്യുന്നില്ല. നോ പോളാർ ബോഡി ഫോർമേഷൻ. ഹിയർ പോളാർ ബോഡീസ് ആർ ഫോമഡ്. ഇനി നമുക്കറിയാം സ്പെർമറ്റോജെനസിസ് ഒരു പുരുഷനിൽ ഒരു ആണിൽ നടക്കുന്നത് പ്രായപൂർത്തി മുതൽ ആണ് ആരംഭിക്കുന്നത്. ഒരു വാർദ്ധക്യത്തിൻ്റെ അവസാനം വരെ ചിലപ്പോൾ ഉണ്ടാവുകയും ചെയ്യും. അതുകൊണ്ടാണ് ചിലപ്പോൾ പത്രത്തിലൊക്കെ വായിക്കാറുണ്ട് 70-കാരൻ അച്ഛനായി എന്നൊക്കെ കേട്ടിട്ടില്ലേ നിങ്ങൾ? അപ്പോൾ ആ ഒരു വാർദ്ധക്യത്തിൻ്റെ അവസാനം വരെ ചിലപ്പോൾ ഈ പ്രോസസ്സ് നടക്കാം. അപ്പോൾ ഇറ്റ് ബിഗാൻ അറ്റ് പ്യൂബർട്ടി ആൻഡ് എക്സ്റ്റെൻഡ് അപ് ടു സെനിലിറ്റി എന്നാണ് പറയാം. പ്രായപൂർത്തി മുതൽ വാർദ്ധക്യത്തിൻ്റെ അവസാനം വരെ ഉണ്ടായിരിക്കും. എന്നാൽ oogenesis പ്രത്യേകത എന്താ? നമ്മൾ പഠിച്ചിട്ടുണ്ട്, ഇറ്റ് ബിഗാൻ അറ്റ് എംബ്രിയോണിക് സ്റ്റേജ്, അല്ലേ? എംബ്രിയോണിക് സ്റ്റേജ് ആരംഭിക്കും, ബട്ട് ഇറ്റ് സസ്പെൻഡഡ് അപ് ടു പ്യൂബർട്ടി വരെ പിന്നെ സസ്പെൻഡഡ് ആണ്. ഗ്രോത്ത് ഫേസിൽ നിൽക്കുകയാണ്. മാത്രമല്ല ഏകദേശം ഒരു 50 വയസ്സിൻ്റെ അടുത്താകുമ്പോഴേക്ക് സ്ത്രീകളിൽ ഈ പ്രോസസ്സ് സ്റ്റോപ്പ് ചെയ്യുകയും ചെയ്യും. ഇറ്റ് സീസസ് അറൗണ്ട് ഏജ് ഓഫ് 50. ഒരു 50 വയസ്സാകുമ്പോൾ അത് നിലക്കുകയും ചെയ്യും. ഓക്കെ, അപ്പോൾ ഇത്രയും വ്യത്യാസങ്ങളുണ്ട്. വേറെ വേണമെങ്കിൽ നമുക്ക് പറയാം ദ ഗ്യാമേറ്റ് ഈസ് കോൾഡ് സ്പേം. ഇവിടെ ഉണ്ടാകുന്ന ഗ്യാമേറ്റ് സ്പേം എന്നാണ് പറയാം. ദാറ്റ് ഗ്യാമേറ്റ് ഈസ് കോൾഡ് ഓവം. ഇങ്ങനെ ഒരുപാട് വ്യത്യാസങ്ങൾ സ്പെർമറ്റോജെനസിസും oogenesis തമ്മിൽ ഉണ്ട് എന്ന് മനസ്സിലാക്കുക. അപ്പോൾ ഈ ഒരു ടോപ്പിക്ക് ഗാമറ്റോജെനസിസ് എന്ന് പറയുന്ന ടോപ്പിക്ക് 2 വീഡിയോയിലായിട്ടാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് എല്ലാ ഭാഗങ്ങളും മനസ്സിലായിട്ടുണ്ടാകും. ഇതിൽ പറഞ്ഞിട്ടുള്ള ഈ പേരുകളും ഡയഗ്രാംസും ഫ്ലോ ചാർട്ടുകളൊക്കെ നന്നായിട്ട് എഴുതി പഠിക്കുക. അടുത്ത ദിവസം മറ്റൊരു ടോപ്പിക്കുമായിട്ട് നമുക്ക് കാണാം. ഓക്കെ, താങ്ക് യു.